Hey guys, welcome back to our channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസായിട്ടുള്ള ലോലെസ് ലോയർ എന്ന ഒരു സൗത്ത് കൊറിയൻ ടെലിവിഷൻ സീരീസ് ആണ്. ഒരു ലോ ഫേമിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേര് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ ഇൻസിഡൻസും കുറെ ചോദ്യങ്ങളും അതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കാനായിട്ടുള്ള അവരുടെ ഒരു ജേർണി, ഇതിനിടയിൽ നടക്കുന്ന ഒരു ചെറിയ റൊമാൻസിന്റെ ഒക്കെ ഒരു കഥയാണ് ഇത്. അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോയാലോ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ഹൈ സ്പീഡിൽ കാർ ഓടിച്ചു വരുന്ന നമ്മുടെ നായകനായിട്ടുള്ള ബോങ് സങ് പില്ലിനെ കാണിക്കുന്നു. ഇത്രയും ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്നതിന് പോലീസ് അവനെ ഫോളോ ചെയ്ത് വന്ന് അവന്റെ ലൈസൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു പുല്ല് വില കൽപ്പിച്ച് തന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്നൊക്കെ ഒരു പോലീസിനെ കാണിച്ച് വളരെ കൂളായിട്ട് ഇരിക്കുകയാണ് ബോങ്. പിന്നീട് അവൻ ഈ ഒരു പോലീസുകാരന് കൈക്കൂലി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് പോലീസുകാരൻ വളരെ തന്ത്രപൂർവ്വം അവനെ ക്യാമറയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കാശ് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് അവനെ തന്നെ ഒരു ലോയർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും അവൻ ഇത്രയും നേരമൊക്കെ അഭിനയിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇവന്റെ ഒരു ക്ലയന്റ് അവന് കൊടുത്ത ഒരു പരാതിയിൽ ആ ഒരു പോലീസുകാരൻ ആ ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് അത്രമാത്രം കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു എവിഡൻസ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഓവർ സ്പീഡായിട്ട് അവൻ വന്നതും. ഒരു കാറിന് പുറകിലായിട്ട് അവൻ ഫിറ്റ് ചെയ്തിരുന്ന ക്യാമറയിലൂടെ പോലീസുകാരൻ ഇങ്ങനെയൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പോലീസുകാരന് നല്ലൊരു എട്ടിന്റെ പണി കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ കുറെ ഗുണ്ടകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഗുണ്ടകളാകട്ടെ ഇപ്പോ ഒരു പാവം ചെക്കനെ അടിമുടി ഇട്ട് തല്ലി കൊല്ലാറാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അതും നമ്മുടെ ബോങ്ങിന്റെ ഒരു ക്ലയന്റ് തന്നെയാണ്. ആ ഒരു ക്ലയന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബോങ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയ പാടെ തന്നെ അവൻ അവന്റെ ലോയർ ആണെന്നും ഒക്കെ അവരോട് പറയുമ്പോൾ അവർ വളരെ കൂളായിട്ട് നിന്നിട്ട് അതിൽ കുറച്ചുപേര് ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ആ ഗുണ്ടകളുടെ ഒക്കെ ലീഡർ ഇതുവരെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ എടുത്ത എല്ലാ പൈസയുടെയും ഡാറ്റാസും അതുപോലെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളുടെയും എവിഡൻസും കളക്ട് ചെയ്തിട്ടാണ് ബോങ് ഇപ്പൊ അവിടെ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതെല്ലാം കൂടി കൂട്ടിക്കൂടുമ്പോൾ ഒരു 19 വർഷം ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ചു എന്ന് മാത്രമല്ല ഇതിന്റെ ഒക്കെ ഒപ്പം അവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരുമെന്നും അവൻ പറയുമ്പോൾ അത് കേട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കാണ് ഗുണ്ടകളുടെ ലീഡർ. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ബോങ്ങിന്റെ അങ്കിളും ഗാങ്സ്റ്ററുമായിട്ടുള്ള ഡേ വൂങ് അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ടപാടെ ആ ഒരു ഗുണ്ടകളെല്ലാം നിന്ന് വിറയ്ക്കുന്നുണ്ട്. കാരണം ആ ഒരു ടൈമിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്ററിൽ ഒരാളാണ് ബോങ്ങിന്റെ അങ്കിളായിട്ടുള്ള ഡേ വൂങ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നായികയായിട്ടുള്ള ജെയി വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷനോട് 100% നീതി പുലർത്തുന്ന നല്ലൊരു ലോയർ ആണ്. ഇപ്പൊ തന്നെ അവൾ എടുത്തിരിക്കുന്ന ഒരു കേസാണ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ സ്വയ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കൊല്ലുകയും തന്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെയും പേരിൽ കോടതി ആകട്ടെ ഒട്ടും തന്നെ ജസ്റ്റിസ് കൊടുക്കാതെ ഒരു പാവം സ്ത്രീയെ 20 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കണമെന്ന് സെന്റൻസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ട് ഇതെന്ത് ലോയാണ്, ആൾക്കാർക്ക് നീതി ന്യായമൊന്നും കൊടുക്കുന്നില്ലേ എന്നൊക്കെ ഒരു വക്കീലാണെന്ന് പോലും മറന്ന് ഒരു സാധാരണക്കാരിയെ പോലെ അവള് ജഡ്ജിയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുമ്പോൾ ഇതെന്റെ കോടതിയാണെന്നും എനിക്കിഷ്ടമുള്ളത് ഞാനും ചെയ്യുന്ന അയാള് പറയുന്ന കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ജയ് അയാളുടെ മുഖത്ത് തന്നെ നോക്കിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. കാര്യം അവള് ചെയ്തത് ശരിയാണെങ്കിലും ഒരു വക്കീല് ജഡ്ജിയുടെ അടുത്ത് അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഒരു കാര്യം ആ ഒരു ലോ ഫേം ഫുൾ അറിഞ്ഞിട്ട് അവൾക്ക് കുറച്ച് നാളത്തേക്ക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ബോങ്ങിനാകട്ടെ ഒരു ദിവസം ഒരു ഡെലിവറി ബോയ് വന്നിട്ട് അവൻ ആരോ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ബുക്ക് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് തുറന്നു നോക്കുന്ന ടൈമിൽ തന്നെ വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് ബോങ് നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മുടെ ജയെ കാണിക്കുമ്പോൾ ജഡ്ജിനെ അടിച്ച് ഇഞ്ചോർഡാക്കിയതുകൊണ്ട് അവൾക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് മാത്രമല്ല അവൾ പിന്നീട് കൊടുക്കുന്ന എല്ലാ ജോബ് ഓഫേഴ്സിൽ നിന്നും അവളെ റിജക്ട് ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നടക്കുന്നതിന്റെ ഇടയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ടിവിയിലൂടെ കീസിയോങ്ങിന്റെ കോട്ടയിൽ വെച്ചിട്ട് 10 ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ മേയറിനെ കൊന്ന പ്രതിയുടെ കേസ് നടക്കുമെന്നും ആ സമയത്ത് ജഡ്ജായിട്ട് വരുന്നത് ചാ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണെന്നും റിപ്പോർട്ടർ പറയുന്നത് ബോങ് കേൾക്കുന്നത്. അങ്ങനെ അന്ന് നൈറ്റ് അവന്റെ അങ്കിളായിട്ടുള്ള ഡേ വൂങ്ങിനെ പോയി കണ്ടിട്ട് അവൻ കീസിയോങ്ങിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കാന്ന് പറയണം. ഇതെന്താ പെട്ടെന്ന് അവൾക്ക് വേണ്ടിയാണോ എന്ന് ഡേ വൂങ് ചോദിക്കുമ്പോൾ അതേ എന്ന് ബോങ് മറുപടി പറയുന്നുണ്ട്. അത്രയല്ല അവന് കിട്ടിയ ആ ഒരു ബ്ലാക്ക് ഡയറ്റ് അങ്കിളിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് മഞ്ഞുമൂടുന്ന സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന കീസിയോങ്ങിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോങ്ങും അവന്റെ ഒരു അസിസ്റ്റന്റ്. ഈ ഒരു സമയത്തൊക്കെ ബോങ്ങിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രല്ല പണ്ടെപ്പോഴോ അവന്റെ അമ്മ പറഞ്ഞ ഇനി ഒരിക്കലും കീസിയോങ്ങിലേക്ക് തിരിച്ചു വരരുത് എന്ന ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് അവന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആരെയും വിശ്വസിക്കരുതെന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോവാനും അമ്മ പറഞ്ഞത് ഇന്നും അവന്റെ മനസ്സിലുണ്ട്. അതേസമയം ട്രെയിനിലിരുന്ന് തന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായികയായിട്ടുള്ള ജെയും. അങ്ങനെ കീസിയോങ്ങിൽ എത്തിയതിനു ശേഷം ബോങ് ആദ്യം തന്നെ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒഴിഞ്ഞു കിടക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന ഒരു പഴയ ബിൽഡിംഗിലേക്കാണ്. അതിന്റെ 5ാമത്തെ നില ഇപ്പൊ കുറെ ലോണുകളെല്ലാം കൊടുക്കുന്ന കള്ളന്മാരാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്.
കാണിക്കുന്നതെന്ന് അവന്റെ അസിസ്റ്റന്റ് പറയുമ്പോൾ ഇനി മുതൽ ഇതായിരിക്കും നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ആ ലോൺ ഷാർക്സിന്റെ അടുത്ത് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവനെ കാണുമ്പോൾ നീ ലോൺ എടുക്കാനാണ് വന്നതെന്ന് തോന്നുന്നില്ലല്ലോ എന്നവർ ചോദിക്കുമ്പോൾ ഇനി മുതൽ അവന്റെ ഓഫീസ് ഇതായിരിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞിട്ട് നേരെ ഒരു ഡെസ്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഡെസ്കിൽ അവന്റെ പേര് എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഫ്ലാഷ് ബാക്കിൽ അവന്റെ അമ്മ തന്നെയാണ് ചെറുപ്പത്തില് അവന്റെ പേര് ആ ഒരു ഡെസ്കിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ തന്നെ ഇപ്പൊ ബോങ് തിരിച്ചെത്തിയിരിക്കുന്നത് അവന്റെ തന്നെ പഴയ വീട്ടിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രല്ല അന്നീ ചെറുപ്പത്തിൽ തന്നെ അവന് വലുതാവുമ്പോൾ ഒരു ലോയർ ആയിരിക്കണമെന്നും അമ്മയെ പോലെ എപ്പോഴും ലോയോടൊപ്പം നിൽക്കാനാണ് അവന് ഇഷ്ടമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസന്റില് അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു പ്രോമിസ് എല്ലാം നിറവേറ്റി ഇപ്പൊ ലോയർ ആയിട്ട് തന്നെ അവൻ അവന്റെ പഴയ ആ ഒരു വീട്ടിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവൻ ആ ലോൺ ഷാർക്സിന്റെ അടുത്ത് എല്ലാവരോടും അവനൊരു ലോയർ ആണെന്നും അവൻ ഇനി ഒരു ലോയറിന്റെ ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വരുമാനം വേണമെങ്കിൽ എൻ്റെ ഒപ്പം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നെ ജെയെ കാണിക്കുന്നുണ്ട്. അവളുടെ അച്ഛന്റെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൾ അച്ഛനോട് എങ്ങനെയാണ് തന്റെ ജോലിയുടെ കാര്യം പറയാ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ അവളുടെ റോൾ മോഡലും അവൾ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ചായ എന്ന് പറയുന്ന ജഡ്ജിന്റെ ട്രയല് ഇവിടെ അടുത്ത് കോർട്ടിൽ വെച്ച് നടക്കുന്നുണ്ടെന്നും അത് കാണാനായിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാണ്. അങ്ങനെ കോർട്ടിലെത്തിയതിനു ശേഷം എങ്ങനെയാണ് തന്റെ ജോലിക്കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാ എന്ന് ആലോചിച്ച് വളരെ വിഷമത്തില് അവൾ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും എന്നും നല്ല ഒരു ലോയർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ജഡ്ജ് ചാ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ ട്രയൽ റൂമിലേക്ക് ബോങ്ങും അസിസ്റ്റന്റും എത്തിയിട്ട് ജെയും അവളുടെ അച്ഛനും സംസാരിച്ചതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി അന്നത്തെ ആ ഒരു കേസ് ആകട്ടെ നമ്മുടെ ജെയ്യുടെ അതുപോലെയുള്ള ഒരു കേസ് തന്നെയായിരുന്നു. തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കൊന്ന് തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്തതിന്റെ പേരിലായിരുന്നു ആ ഒരു കേസ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ മറ്റേ ജഡ്ജിന് വിപരീതമായിട്ട് ഈ ചായ എന്ന് പറയുന്ന ജഡ്ജ് ഓരോ ആൾക്കാരുടെയും ആവശ്യങ്ങളും വേദനകളെല്ലാം മനസ്സിലാക്കിയിട്ട് ശരിയായ ഒരു തീരുമാനം മാത്രം എടുക്കുന്ന നല്ല ഒരു ജഡ്ജ് ആയതുകൊണ്ട് ഒരാളെ കൊല്ലുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇവിടുത്തെ കേസിൽ ആ ഒരു സ്ത്രീ സ്വന്തം ജീവനും തന്റെ മക്കളുടെ ജീവനും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹസം കാട്ടിയത് എന്ന് മനസ്സിലാക്കിയിട്ട് ചാ അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കാതെ ആ ഒരു ലേഡീനെ വെറുതെ വിടുകയാണ്. ഇത് കാണുന്ന ആ ഒരു കോർട്ടിലുണ്ടായിരുന്ന എല്ലാവരും ജെയും വളരെയധികം സന്തോഷത്തോടെ ചായനെ ഇത്രയും നല്ലൊരു റൂളിംഗ് നടത്തിയതിന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നേരം അവളുടെ തന്നെ ക്ലാസ്സിൽ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്ന യോൺ ഹി എന്ന് പറയുന്ന നല്ല അസൂയും കുശുമ്പും ഒക്കെ നിറഞ്ഞ അവളുടെ ഒരു പണ്ടത്തെ ക്ലാസ്മേറ്റ് അവളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇപ്പൊ ജോലിയൊക്കെ പോയതിന്റെ പേരിൽ അവളായിട്ട് നല്ല പോലെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ജെയി അവൾക്ക് കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ അവിടേക്ക് ജഡ്ജ് ചാ വന്ന് ജെയിയെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിലൂടെ തന്നെ ജെയും ചായയും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തിരിച്ച് അവള് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവളുടെ വീടിന്റെ മുമ്പിൽ നല്ല ബഹളം കേൾക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നേരെ വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് പൈസ കടം വാങ്ങിയിട്ട് ലോൺ അടയ്ക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ലോൺ ഷാർക്സുകളെല്ലാം അവളുടെ അച്ഛനെയും വീടിനെല്ലാം നശിപ്പിക്കുന്നത് അവള് കാണുന്നത്. ശരിക്കും നമ്മുടെ ജെയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ അച്ഛൻ ഇങ്ങനെ ലോണൊക്കെ എടുത്തതെങ്കിലും പിന്നീട് അത് അടയ്ക്കാനായിട്ടുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇക്കാര്യങ്ങളൊന്നും അദ്ദേഹം ജെയുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം ഇപ്പം അറിയുന്ന സമയത്ത് അവൾ കോൺട്രാക്ട് എടുത്ത് വായിച്ചിട്ട് നേരെ ആ ഒരു കോൺട്രാക്റ്റും കൊണ്ട് ബോങ്ങിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് അവളെ തന്നെ ലോയർ ആണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ പറയുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റ് 48% പക്ഷെ ലീഗലി നോക്കുകയാണെങ്കിൽ അത് 24% മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തർക്കിക്കുമ്പോൾ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ ബോങ്ങും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ സസ്പെൻഷനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നീ എൻ്റെ പേരിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയൊന്ന് ചോദിച്ചിട്ട് അവൾ അവനിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ അവൾ പോലീസ് സ്റ്റേഷനിൽ ലോക്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. എന്നെ ആക്രമിച്ചു എന്ന പേരിൽ ബോങ് തന്നെയാണ് അവൾക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തിരിച്ച് ബോങ് വീട്ടിലെത്തിയതിനു ശേഷം ആ ലോങ് ഷാർക്സിനോട് എല്ലാവരോടും ഇനി മുതൽ അവരാരും ലോങ് ഷാർക്സ് അല്ലെന്നും ലോ ഫേമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കുമെന്നും ഇനി മുതൽ ഒരു വിധത്തിലും ലോന് ബ്രേക്ക് ചെയ്യരുതെന്നും അവരോട് പറയുമ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാതെ അവരും അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അന്ന് രാത്രി അവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് അവൻ ആലോചിക്കുകയാണ്.
നല്ല മഴയുള്ള ആ ഒരു ദിവസം രാത്രി അവന്റെ അമ്മ ഓടി ഓഫീസിലേക്ക് കയറുകയും എന്തോ ചെയ്യാനായിട്ട് പോകുന്നതിന്റെ ഇടയിൽ ബൊങ്ങിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എന്തിനാണ് ഇവിടെ വന്നു നിന്ന് അവനോട് ചോദിച്ചിട്ട് അവളെ ഫോളോ ചെയ്ത് വരുന്ന കാറുകളെല്ലാം നോക്കിയിട്ട് അവന്റെ പോക്കറ്റിലായിട്ട് അവന്റെ അങ്കിളിന്റെ അഡ്രസ്സും കുറച്ച് പൈസയും അവൾ വെച്ചു കൊടുത്തിട്ട് ബൊങ്ങിന്റെ അടുത്ത് തനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇനി ഒരിക്കലും കീസിയോങ്ങിൽ നിൽക്കരുതെന്നും ഇവിടെയുള്ള ആരെയും വിശ്വസിക്കരുതെന്നും തനിക്ക് എന്തുണ്ടായാലും ഉടനെ തന്നെ ഡേവൂങ് എന്ന് പറഞ്ഞ നിന്റെ അങ്കിളിനെ ചെന്ന് കാണണമെന്നും പിന്നീട് അവന്റെ ഒപ്പം താമസിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് അവന്റെ അഡ്രസ്സ് എല്ലാം അവന്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ ചുറ്റും ഒരുപാട് ഗുണ്ടകളെല്ലാം ഇരുന്നിട്ട് ആ ഗുണ്ടകളുടെ എല്ലാം തലവനായിട്ടുള്ള ഓജു അവളുടെ അടുത്ത് ഏതോ മെമ്മറി കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. ഓജു എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും അവൾ ആ ഒരു മെമ്മറി കാർഡ് തൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അവിടെ അടുത്തായിട്ട് കിടന്നിരുന്ന കുട്ടികളുടെ ഒരു കൊട ഓജു കാണുകയും അവളുടെ മകൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു കൊടയെടുത്ത് താഴെ ഇട്ടിട്ട് നിന്റെ അമ്മേനെ ഞാനൊന്നും ചെയ്യണ്ടെങ്കിൽ നീ അധികം വൈകാതെ തന്നെ പുറത്തേക്ക് വന്നോളാനും അല്ലെങ്കിൽ നിന്റെ അമ്മേനെ ഞാൻ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുട്ടീനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒളിച്ചിരുന്ന ബൊങ്ങാകട്ടെ തന്റെ അമ്മേനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ഓഞ്ചു അപ്പം തന്നെ ബൊങ്ങിന്റെ കഴുത്തിൽ ഒരു കത്തിയെല്ലാം വെച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തി ഒരു മെമ്മറി കാർഡ് എവിടെയാണെന്ന് അവന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ തന്റെ മകന് ഒന്നും പറ്റാതിരിക്കാനായിട്ട് വളരെ നിസ്സഹായതയോട് കൂടിയിട്ട് ആ ഒരു അമ്മ മെമ്മറി കാർഡ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ മെമ്മറി കാർഡ് കിട്ടിയ പക്ഷം തന്നെ അവൻ ആരെയോ ഫോൺ വിളിച്ച് ഇനി ഇവനെയും അമ്മേനെയും എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടൈമിലത്തെ ഡിസ്ട്രാക്ഷനിൽ ബൊങ്ങാകട്ടെ ആ ഒരു മെമ്മറി കാർഡ് എടുത്ത് വിഴുങ്ങി കളയുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന് ഓജു ആകട്ടെ എനിക്ക് നിന്റെ വയറ് കീറി മുറിച്ചായാലും മെമ്മറി കാർഡ് മതി എന്ന് പറഞ്ഞിട്ട് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അത് തടയാനായിട്ട് ബൊങ്ങിന്റെ അമ്മ അവനെ എതിർത്ത് നിൽക്കുകയും അവനോടൊപ്പം ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവളുടെ മേത്ത് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി കുത്തിയിറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് വളരെ തന്ത്രപൂർവ്വം ബോങ്ങിനെ റൂമിന്റെ വെളിയിലാക്കിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനും എന്തൊക്കെ ഉണ്ടായാലും ഇനി ഒരിക്കലും കീസിയോങ്ങിലേക്ക് തിരിച്ചു വരരുതെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു വാതിൽ അടയ്ക്കാണ്. അങ്ങനെ ഒരു കണക്കിന് രക്ഷപ്പെട്ട് അവനൊരു ട്രാഷിന്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കുമ്പോൾ അവിടെ കാറിലായിട്ട് ആരോ വരുന്നത് അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഓഞ്ചു അവനെ കാണുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടി ഒരു പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ആ ഒരു പോലീസുകാരൻ ശരിക്കും ഇവരുടെ ആളാണെന്ന് മനസ്സിലാക്കാണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു പോലീസിന്റെ അടുത്ത് പറയുമ്പോൾ ആ പോലീസുകാരനാകട്ടെ നേരെ തന്നെ ഓജുവിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു കുട്ടി തന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറയാണ്. അവനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്ന സമയത്ത് അവനെ കൊന്നുകളയാനായിട്ട് അവന് ഓർഡർ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് രക്ഷപ്പെടാനായിട്ട് ബൊങ്ങ് പെട്ടെന്ന് ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ ഭയങ്കര ഹാർഡായിട്ട് കടിക്കുകയും ആ ഒരു ഡ്രൈവറിനെ ആക്രമിച്ച് അവന്റെ ശ്രദ്ധ തിരിച്ച് വണ്ടി ആക്സിഡന്റിലാക്കി എങ്ങനെയൊക്കെയോ ആ ഒരു കാറിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാൻ നിൽക്കുന്നതിന്റെ ഇടയിൽ ഏതോ ഒരു ഫീമെയിൽ വോയിസ് അവന്റെ അടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയുന്നതും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എങ്ങനെയൊക്കെയോ സിയോളിൽ എത്തിയിട്ട് തന്റെ അങ്കിളായിട്ടുള്ള ഡേവൂങ്ങിനെ അവൻ കണ്ടുപിടിക്കുകയും ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള തന്റെ അങ്കിളിനെ പോലെ അവനും ആവണമെന്നും അവന്റെ അമ്മയെ കൊന്നവരെ കണ്ടുപിടിക്കണമെന്നും പറയുമ്പോൾ അവന്റെ അങ്കിളും അവനെ അതിന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മാത്രല്ല അവന്റെ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് പോലെ അവനൊരു ലോയർ ആക്കാനും ചെറുപ്പം മുതലേ അവനെ വളർത്തിക്കൊണ്ട് വന്നതും എല്ലാം നമ്മുടെ ഈ ഒരു അങ്കിള് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ബൊങ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് നമ്മുടെ ജെയിയെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അവിടെ എത്തി അവൻ ജെയിയുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അവളെ അവന്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇതിന് താല്പര്യമില്ലാത്ത മട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും അവൾക്ക് അവളുടെ അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടാമെന്നും ഈ അടുത്തൊന്നും വേറൊരു ജോലി അവൾക്ക് കിട്ടില്ലെന്നും മനസ്സിലാക്കിയിട്ട് അവള് ഏറ്റവും അവസാനം അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൾ ആ ഒരു ലോ ഫോമിലേക്ക് ജോലിക്ക് കയറുന്നുണ്ട്. ഇതേ സമയം ബൊങ്ങാകട്ടെ അവളെയും വിളിച്ചിട്ട് നേരെ പോകുന്നത് ഒരു ജയിലിലേക്കാണ്. അവിടെ മേയറിനെ കൊന്ന കുറ്റത്തിന് കുറ്റവാളിയായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട യങ് മിങ്ങിനെ കാണാനായിട്ടാണ് അവരെ വന്നിരിക്കുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പുതിയൊരു ലോയറിന്റെ ആവശ്യമില്ലെന്നും എന്റെ കേസ് ഓൾറെഡി മറ്റൊരു ലോയറാണ് വാദിക്കുന്നതെന്നും യങ് മാൻ പറയുന്നുണ്ട്. മാത്രല്ല ഈ ഒരു സമയത്ത് അവന്റെ കയ്യിൽ ബൈറ്റ് മാർക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒങ്ങിനെ പിടിച്ചു കൊടുക്കാൻ നോക്കിയ ആ ഒരു പോലീസുകാരനെ അവൻ കടിച്ചത് നമ്മൾ നേരത്തെ സീനിൽ കണ്ടതായിരുന്നുവല്ലോ. അത് യങ് മാൻ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിന്നെ എങ്ങനെയായാലും ഞാൻ പുറത്തേക്ക് ഇറക്കുമെന്ന് എന്തോ ഉദ്ദേശം വെച്ച് ബൊങ് പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. എന്തിനാണ് ബൊങ് ശരിക്കും ശ്രമിക്കുന്നത്, എന്തിനാണ് തിരിച്ച് അവൻ കീസിയോങ്ങിലേക്ക് എത്തിയിട്ടുള്ളത് എന്നീ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡ്സ് എല്ലാം മറക്കാതെ കാണാനായിട്ട് ശ്രമിക്കണേ. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.